വിദേശ യാത്രകളിൽ ഇമിഗ്രേഷനിലാണ് എല്ലാവരുടെയും ഏറ്റവും കൂടുതൽ സമയം പോകുന്നത്. ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ ഇങ്ങനെ ഇമിഗ്രേഷനിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന താമസത്തിന് പുതിയ ഒരു പരിഹാരവുമായിട്ട് വന്നിട്ടുണ്ട്. വിമാനത്താവളങ്ങളിൽ ഇപ്പോൾ ഇമിഗ്രേഷൻ എളുപ്പവും അതേപോലെ വേഗത്തിലുള്ളതുമാക്കുവാൻ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം FTITTP എന്നൊരു പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ത്യക്കാർക്കും OCI കാർഡുള്ള വിദേശികൾക്കും ഇമിഗ്രേഷൻ ക്ലിയറൻസ് പ്രോസസ്സ് സ്പീഡിൽ ആക്കുവാൻ ഉപകരിക്കുന്ന വളരെ പ്രയോജനകരമായ ഒരു പദ്ധതിയാണ് ഇത്. ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ആദ്യമായിട്ട് ഈ പരിപാടി ആരംഭിച്ചത്. ഇൻ്റർനാഷണൽ യാത്രകൾ വേഗത്തിലും എളുപ്പത്തിലുമാക്കുന്നതിനൊപ്പം ഇമിഗ്രേഷൻ ക്ലിയറൻസ് സെക്യൂർ ആക്കുക, അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ്യം. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഇങ്ങനെ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ സ്കീമിൽ ചേരുവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അപേക്ഷകർ ഇതിനായിട്ടുള്ള പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. FTITTP.MHA.gov.in എന്ന പോർട്ടലിൽ ആണ് സൈനപ്പ് ചെയ്യേണ്ടത്. നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് മൊബൈൽ നമ്പർ OTP വെരിഫിക്കേഷന് ശേഷം ഇമെയിൽ ID കൂടി കൊടുത്ത് അതും വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇത് രണ്ടും സക്സസ് ആയാൽ നിങ്ങളുടെ ഇമെയിൽ ID കൊടുത്തുകൊണ്ട് ഒരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ സൈനപ്പ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യുവാൻ പറ്റും. അത് പൂർത്തിയായാൽ നിങ്ങളുടെ ഇമെയിൽ IDയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുവാൻ സാധിക്കും. FTITTP മെമ്പർഷിപ്പ് പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് നിങ്ങളുടെ പാസ്പോർട്ടിന് ഏറ്റവും ചുരുങ്ങിയത് 6 മാസത്തെ എങ്കിലും വാലിഡിറ്റി ഉണ്ടാകണം. ഈ പ്രോഗ്രാം 5 വർഷത്തേക്കാണ് നൽകുക. അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ കാലാവധി തീരുന്നതുവരെ ഏത് ആദ്യം വരുന്നോ അതുവരെ. നിങ്ങളുടെ പേര്, സർനെയിം, ജനിച്ച സ്ഥലം, ജനന തീയതി, പാസ്പോർട്ട് നമ്പർ, പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത തീയതി, അത് തീരുന്ന തീയതി, നിങ്ങളുടെ ഇപ്പോഴത്തെ പൂർണ്ണ അഡ്രസ്സ് എല്ലാം പാസ്പോർട്ടിൽ ഉള്ളതുപോലെ തന്നെ അതിൽ അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. പാസ്പോർട്ടിൽ ഉള്ളതുപോലെ ഉള്ള ഫോട്ടോ തന്നെ വേണം അതിൽ അപ്ലോഡ് ചെയ്യുവാൻ. ഫോട്ടോയിൽ നിങ്ങളുടെ മുഖവും ചെവിയും ഉൾപ്പെടെ ഫോട്ടോയുടെ 4/3 ഭാഗവും ഒക്കുപൈ ചെയ്തിട്ട് ഉണ്ടാകണം. 6 മാസത്തിലധികം പഴക്കമുള്ള ഫോട്ടോ ഉപയോഗിക്കരുത്. ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ വൈറ്റ് ആയിരിക്കണം. പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജും ലാസ്റ്റ് പേജും അപ്ലോഡ് ചെയ്യുക. ഇതിൻ്റെ എല്ലാം സൈസ് 10 KB കുറയരുത്, 1 MB കൂടുകയും ചെയ്യരുത്. JPEG ഫോർമാറ്റിലായിരിക്കണം ഫോട്ടോ. ഫോട്ടോയ്ക്ക് ബോർഡറുകൾ ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ മുടി മുതൽ താടി വരെ വളരെ വ്യക്തമായി കാണാവുന്ന വിധത്തിലുള്ള ഫോട്ടോ ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. ഇത് പറയുവാൻ കാരണമുണ്ട്. അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ക്ലിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുവാൻ സാധ്യത ഉണ്ട്. ഇതുകൂടാതെ അഡ്രസ് പ്രൂഫ് കൂടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ആധാർ പ്രൂഫ് ഓഫ് അഡ്രസ്സായി എടുക്കില്ല എന്നുകൂടി ഓർമ്മിക്കുക. വോട്ടേഴ്സ് ID കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ടെലിഫോൺ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, സ്പൗസിൻ്റെ പാസ്പോർട്ട് കോപ്പി, അതിലെ ആപ്ലിക്കൻറ്റിൻ്റെ പേരും ഇപ്പോഴത്തെ അഡ്രസ്സും ഉണ്ടെങ്കിൽ അത്, മൈനറിൻ്റെ കേസിൽ പേരൻസിൻ്റെ പാസ്പോർട്ട് കോപ്പി. ഇനി നിങ്ങളിപ്പോൾ വിദേശത്ത് താമസിക്കുന്ന ആളാണെങ്കിൽ അവിടുത്തെ അഡ്രസ്സ് തെളിയിക്കുന്ന ആ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഐഡൻറ്റിറ്റി പ്രൂഫ് സമർപ്പിക്കേണ്ടതാണ്. OCI കാർഡ് ഉള്ള വ്യക്തിയാണെങ്കിൽ അതും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ വിജയകരമായാൽ നിങ്ങൾക്ക് മൊബൈലിലും ഇമെയിലും അക്നോളജ്മെൻറ്റ് ലഭിക്കും. നിങ്ങൾ കൊടുക്കുന്ന വിവരങ്ങൾ അത് ഒഫീഷ്യൽ ചാനലിലൂടെ വെരിഫൈ ചെയ്യപ്പെടുന്നതാണ്. നിങ്ങളുടെ ബയോമെട്രിക്സ് ഇന്ത്യയിലെ അതിനായി ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന 31 ഇൻ്റർനാഷണൽ എയർപോർട്ടുകളിലോ ഇന്ത്യയിലെ 12 FRRO ഓഫീസുകളിലോ കൊടുക്കാവുന്നതാണ്. കേരളത്തിൽ കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടുകളിൽ ഇതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. FRRO എന്നാൽ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് എന്നാണ് അർത്ഥം. ബയോമെട്രിക്സിനായി നിങ്ങൾ അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. ബയോമെട്രിക്സ് ക്യാപ്ചർ ചെയ്യുവാൻ പറ്റാത്ത ആൾക്കാരുടെ FTITTP രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കുന്നതല്ല. 7 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് രജിസ്ട്രേഷന് യോഗ്യത ഉണ്ടാകുന്നതല്ല. 7 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാതാപിതാക്കളുടെ ഇമെയിൽ IDയും മൊബൈൽ നമ്പറിലും മാത്രമേ രജിസ്ട്രേഷൻ അനുവദിക്കൂ. അതും മാതാപിതാക്കളോടൊപ്പം മാത്രം. ഇങ്ങനെ FTITTP രജിസ്ട്രേഷന് ഏകദേശം 1 മാസം വരെ സമയം എടുക്കും. നിങ്ങൾ കൂടെ വിദേശ യാത്രകൾ നടത്താറുള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.
നമസ്കാരം.